ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്നും പറയുന്ന പോലെ 2 ഇൻഫർമേഷൻസ് പറയാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ, നമുക്ക് എല്ലാവർക്കും ലോൺ തരുന്ന, അതായത് സിബിൽ 600 ഉള്ളവർക്കും സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എന്താ പറയുന്നത്, എല്ലാവർക്കും ലോൺ തരുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കുറച്ച് തെറ്റുകൾ, നിങ്ങൾ വരുത്തുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ടാണ് നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, ഞാൻ പലതവണ ഈ ഒരു വീഡിയോ ചെയ്തിട്ടും ഒരുപാട് പേര് വീണ്ടും ഈ ഒരു തെറ്റ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷവും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ദയവായി ആരും സ്കിപ്പ് ചെയ്ത്, നിങ്ങൾക്കിത് അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക ദയവ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ അർജൻറ്റായിട്ട് ലോൺ എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ 100% ഉപകാരപ്പെടും. അപ്പോൾ ലോൺ ആപ്പ് വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രൂ ബാലൻസ് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം, ക്യാഷ് ലോണും ലെവലപ്പ് ലോണും. ക്യാഷ് ലോൺ എന്ന് വെച്ചാൽ സാലറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ലെവലപ്പ് ലോൺ എന്ന് വെച്ചാൽ സാലറി ഇല്ലാത്തവർക്ക്, സെൽഫ് എംപ്ലോയീസിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് അപ്ലൈ നൗ ഓപ്ഷൻ കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ലെവൽ 7 7,124 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഗെറ്റ് ദിസ് ലോൺ ഓപ്ഷൻ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മന്ത്ലി ഇൻട്രസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, ടെന്യൂരിറ്റി 6 മാസം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലോൺ പർപ്പസ്, അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. എല്ലാവരും മെഡിക്കൽ, ബിസിനസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റിജക്ഷൻ ആകും. കാരണം ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ബിസിനസ് തകർന്നു പോകണമെങ്കിൽ അവർക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല. മെഡിക്കൽ എമർജൻസി, നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു NBFC, ട്രൂ ബാലൻസ് അല്ല, ഏത് NBFCയും ചിന്തിക്കുന്നത്. സാലറി ഡിലേ നിങ്ങൾ കൊടുക്കണ്ട, എഡ്യൂക്കേഷൻ കൊടുക്കണ്ട, പേഴ്സണൽ എമർജൻസി ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് വെഡ്ഡിങ് ഇവൻറ്റ് കൊടുക്കാം, ഹൗസ് റിപ്പയർ കൊടുക്കാം, പിന്നെ വേറെ കൊടുക്കാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേറെ ഒന്നും കൊടുക്കണ്ട. വെഡ്ഡിങ് ഇവൻറ്റോ ഹൗസ് റിപ്പയറോ നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ഹൗസ് റിപ്പയർ തന്നെ കൊടുക്കാം. ഇവിടെ മെറിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിലും മാരീഡ് തന്നെ കൊടുക്കുക. കാരണം കല്യാണം കഴിഞ്ഞവർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. അവരങ്ങനെ ലോണിൻ്റെ ഇത് എന്താ പറയുന്ന ഒരു ഇഷ്യൂസ് ഒന്നും വരത്തില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ ലെവൽ, നിങ്ങൾ 10ാം ക്ലാസ് ആണെങ്കിലും ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ കൊടുത്താൽ കുഴപ്പമില്ല. ബാച്ചിലേഴ്സ് തന്നെ കൊടുക്കുക. അതിന് സ്പെഷ്യലി പ്രൂഫ് ഒന്നും ചോദിക്കില്ല. ഹൗസിംഗ് ടൈപ്പ് സെൽഫ് ഫോണ്ട് തന്നെ കൊടുക്കുക. അതിൻ്റെ പ്രൂഫൊന്നും ചോദിക്കില്ല. റെൻറ്റഡോ റിലേറ്റീവ്സോ കൊടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ആകും. പേരൻ്റൽ കൊടുക്കാം. മാക്സിമം നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് സെൽഫ് ഫോണ്ട് തന്നെയാണ്. അതുപോലെ ഒക്യുപ്പേഷൻ, സാലറി തന്നെ കൊടുക്കുക. അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കില്ല ഈ ഒരു സെൽഫ് എംപ്ലോയി ലോൺ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. കോൺട്രാക്ച്വലോ ഫ്രീലാൻസറോ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഫ്രീലാൻസർ ആയിരിക്കാം, റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമ്പനി, ഷോപ്പിൻ്റെ നൈം, വർക്ക് പീരീഡ്, ഇവിടെ നിങ്ങൾ ലെസ് ദാൻ 1 ഇയർ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ only 1 to 2 ഇയേഴ്സോ 3 to 5 ഇയേഴ്സോ നിങ്ങൾക്ക് അത് കൊടുക്കാം. നമുക്ക് 3 to 5 ഇയേഴ്സ് തന്നെ നമുക്കിവിടെ കൊടുക്കാം. ഫീൽഡ് ഇൻഡസ്ട്രി, ഫുഡ് സർവീസ് കൊടുക്കേണ്ട, അത് ചില ഫീൽഡിൽ ചില ബാങ്കുകൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാവരും തെറ്റുവരുത്തുന്നതാണ്. മാനുഫാക്ചർ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻസ് കൊടുക്കരുത്, അത് ചിലപ്പോൾ അവർ ലോൺ തരാൻ വൈകും. IT കൊടുക്കാം. അതുപോലെ തന്നെ വന്നിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാം. പിന്നെ മെഡിക്കൽ ഫാർമസി കൊടുക്കാം, കോമേഴ്സ് കൊടുക്കാം, ഗവൺമെൻറ്, കോൾ സെൻറ്റർ, BPO ഇതെല്ലാം കൊടുക്കാം. മോസ്റ്റ് പ്രിഫറബിളി ഞാൻ ചൂസ് ചെയ്യുന്നത് IT തന്നെയാണ്. ഇനി മന്ത്ലി ഇൻകം നിങ്ങളിവിടെ കൊടുക്കേണ്ടത് ഒരു 25-നും 30-നും ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ 20-നും 30-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. കാരണം അവർ ചിന്തിക്കുന്നത് ഇത്രയും എമൗണ്ട് എന്താ പറയുന്നത്, സാലറി ഉള്ള ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ നമ്മൾ 20-നും 25-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ, അല്ലെങ്കിൽ 30-നും ഇടയ്ക്കുള്ള സംഖ്യ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പേയ്ഡ്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, സാലറി കിട്ടുന്ന ഡേറ്റ് 2nd or 3rd കൊടുക്കുക. ഞാൻ ഇവിടെ 3rd കൊടുക്കുന്നുണ്ട്. മോഡ് ഓഫ് ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ബാങ്ക് ചെക്കോ ക്യാഷോ കൊടുക്കരുത്, ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. പ്രിഫേർഡ് ലാംഗ്വേജ്, അല്ല അവർക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഏതാണോ ലാംഗ്വേജ് അത് കൊടുക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി. ഞാൻ സ്യൂട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഹിന്ദിയാണ്, കാരണം അവർക്ക് അവിടെ കൂടുതലും ഹിന്ദി എക്സിക്യൂട്ടീവ്സാണ് ഉള്ളത്. അപ്പോൾ ഹിന്ദി തന്നെ കൊടുക്കുക. ലോൺ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഏതെങ്കിലും ലോൺ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ലോൺ പ്രോഡക്ട്സ് വെൽ, ആ ഓപ്ഷൻ തന്നെ കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, അത് അറിയാമല്ലോ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇവിടെ ജോബ് കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ എക്സിക്യൂട്ടീവ് കൊടുക്കാം, മാനേജർ കൊടുക്കാം, പ്രൊഫഷണൽ കൊടുക്കാം, എഞ്ചിനീയർ കൊടുക്കാം, അഡ്മിനിസ്ട്രേറ്റീവ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങൾ പ്രൊഫഷണൽ ഓപ്ഷനോ മാനേജറോ എക്സിക്യൂട്ടീവ്, നമുക്കിവിടെ പ്രൊഫഷണൽ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് SI കൺഫേംഡ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തതിലാണ് തെറ്റ് വരുത്തുന്നത്. ഇനി ലോൺ അണ്ടർ ഇവാലുവേഷൻ ആണ്. ഇത് ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, ഒരു 2-3 മിനിറ്റ് എടുക്കും ഇതിൻ്റെ ഇവാലുവേഷൻ കൊടുക്കാൻ വേണ്ടി. നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ് ഓപ്ഷൻ കൊടുത്താൽ മതി. അത് അപ്രൂവൽ ആകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. ഓക്കെ, ഇങ്ങനെ ട്രൂ ബാലൻസ് നിന്ന് ലോൺ ചെയ്ത മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഒരുവിധം സിബിൽ കുറവാണെങ്കിലും
അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും അല്ലെങ്കിൽ ഒരുപാട് മലയാളീസ് എന്നല്ല ഇത് മിക്കവാറും മലയാളീസിനായിരിക്കും പറ്റിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർക്ക് 15,000 20,000 30,000 പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു ആപ്പാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവരുമായിട്ട് ഞാൻ ഇന്നലെ ഒടുക്കത്തിൽ തെറിവിളിയായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കുക ഇങ്ങോട്ട് വിളിക്കുക. കാരണം ഇത് തിരുവനന്തപുരം കൊല്ലം സൈഡിലുള്ള എക്സിക്യൂട്ടീവ്സാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പല സമയത്തും പല പേരിലാണ് ഈ ഒരു ബാങ്ക് അറിയപ്പെടുന്നത്. ഇപ്പോൾ നോക്കൂ, ബ്ലാക്ക് ലൈൻ ഫിൻടെക് ിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് NABSO BASO അങ്ങനെ എന്തൊക്കെയോ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ വിപിൻ എസ്, നിങ്ങളുടെ ക്രെഡിറ്റ് കൺസൾട്ടൻ്റ് ആണ്. കേരള ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ പേര്, ജോലി, ജില്ല, നിങ്ങളുടെ മാസവരുമാനം എത്രയെന്ന് പറയൂ. ഞാൻ ചുമ്മാതെ എഴുതി വിട്ടു. അപ്പോൾ അവർ ഓരോ ഓപ്ഷൻസ്, കമ്പനിയുടെ പേര് ബാക്ക് ലൈൻ എന്നാണ്, ഞങ്ങളൊരു NBFC രജിസ്റ്റർ ചെയ്യുക, RBI അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, 50,000 രൂപ എന്നൊക്കെ ഒരു ഓപ്ഷൻ ഇട്ടു. ഇത് നിങ്ങൾക്ക് അവരുടെ ഇങ്ങനൊരു അഡ്രസ്സേ ഇല്ല. ഓക്കെ, പിന്നെ അവരുടെ ലോൺ, ഇത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കാണും. എമൗണ്ട് 9 മന്ത്സിലേക്ക് എത്ര EMI, 12 മാസത്തിലേക്ക്. ഇത് മിക്കുള്ള ആൾക്കാർക്ക് ഇതേ സെയിമാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ പ്രോസസ്സ് ഫീസ് അടയ്ക്കാൻ പറയും. പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കുകയാണെങ്കിൽ വേറെ ഏതോ അക്കൗണ്ടിലാണ് പോയത്, ഒന്നുകൂടെ അടയ്ക്കാൻ പറയും. ഒരുപാട് പേർക്ക് 20,000 30,000 40,000 എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതിന് ശേഷമുള്ള എല്ലാം തെറിവിളിയാണ്. ഞാൻ അത് കേൾപ്പിക്കുന്നില്ല. കാരണം ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ അയച്ചാൽ ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം. കാരണം ഇത് നല്ല തെറിവിളിയാണ്. ഞാൻ ഈ വിളിക്കാൻ ഒന്നുമില്ല. ഒരുപാട് പിക്ചേഴ്സും അയച്ചു കൊടുത്തു. കാരണം ഒരുപാട് പേരെ പറ്റിക്കുന്ന നമുക്ക് ആ ഒരു ദേഷ്യം എപ്പോഴും മനസ്സിൽ കാണാം. തിരുവനന്തപുരം സ്ലാങ്ങിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്ക്, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.